അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസായിരി ഇബാദില്ലാഹിൽ ഫായിസീന അല്ലാഹുമ്മ ബഅദ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, വാലമുണ്ട ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട നേതാക്കൾ, മുതഅല്ലിമീൻ, പ്രസംഗിക്കുകയല്ല, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന മജ്ലിസിൽ കൂടണമെന്ന്, പ്രത്യേകിച്ചും അശ്ശരിയിൽ നടക്കുന്ന ഈ ബുർദ മജ്ലിസിൽ സംബന്ധിക്കണമെന്ന് കുറേ കാലമായി ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇന്ന് അള്ളാഹു അതിനൊരു അവസരം തന്നു. സ്ഥാപനത്തിൻ്റെ സാരഥി ബഹുമാനപ്പെട്ട അശ്ശരിയ സഖാഫി ഉസ്താദ് പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തു. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ, നബിയെ, നിങ്ങൾ അവരെ കൂടെ ഉണ്ടെങ്കിൽ, ഒരു ഖൗമിന്റെ കൂടെ അങ്ങ് ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ഖൗമിനെ, ആ ജനങ്ങളെ അല്ലാഹു ശിക്ഷിക്കില്ല. നമ്മുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും അല്ലാഹു നമ്മെ ശിക്ഷിക്കില്ല. ഇന്ന് നമ്മൾ പലവിധ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പലവിധ ശിക്ഷകൾ. അത് നീട്ടി വിവരിക്കേണ്ട വിഷയമാണ്, അതിലേക്ക് ഞാൻ കടക്കാനില്ല. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ദുനിയാവിലെ ശിക്ഷയായിരിക്കാം, ആഖിറത്തിന്റെ ശിക്ഷയായിരിക്കാം. അത്തരം ശിക്ഷകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ വഴി, നമ്മളെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകണം. എന്നാൽ എന്താ അർത്ഥം? നമ്മളെ ഖൽബിന്റെ അടിത്തളത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്ത് ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ സുന്നത്തുകളെ പാലിക്കുക. അവിടവുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെ സ്നേഹിക്കുന്നുവോ അവരൊക്കെ നമ്മൾ സ്നേഹിക്കണം. ഇന്നിവിടെ ഈ പരിപാടിയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട സയ്യിദുന പൊസോട് തങ്ങൾ ഉപ്പാപ്പയുടെ അനുസ്മരണം. എന്തിനാണ് നമ്മൾ പൊസോട് തങ്ങളെ ബഹുമാനിക്കുന്നത്? അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ചലിച്ചിരുന്ന രക്തം ഏതാണോ ആ രക്തമായിരുന്നു പൊസോട് തങ്ങൾ ഉപ്പാപ്പയുടെ തടിയിൽ ചലിക്കുന്നത്. അഹ്ലുൽ ബൈത്ത്. ഇവിടെ മതക്ക തങ്ങളുണ്ട്. എന്താണ് തങ്ങളുടെ മഹത്വം? തങ്ങളെക്കാൾ വലിയ ആലിമ്യങ്ങളില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ എത്ര വലിയ ആലിമാണെങ്കിലും തങ്ങളുടെ ശരീരത്തിൽ സഞ്ചരിക്കുന്ന രക്തം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ സഞ്ചരിച്ച രക്തത്തിന്റെ ഭാഗമാണ്. അതാണ് നമുക്ക് അഹ്ലുൽ ബൈത്തിനുള്ള ബഹുമാനം. അതുകൊണ്ടാണ് നാം ബഹുമാനപ്പെട്ട പൊസോട് തങ്ങളെ ബഹുമാനിക്കുന്നത്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരാവകാശിയും കൂടിയാണ്. എന്താണ് അനന്തരാവകാശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരാവകാശം ഇൽമാണ്. അൽ ഉലമാ വറസത്തുൽ അൻബിയാ. അവിടുത്തെ ഇൽമാണ്. ആ ഇൽമ് ബഹുമാനപ്പെട്ട സുരിവൈൽ ഉസ്താദ് ഇന്ന് നാം എല്ലാവരും വളരെയേറെ ബഹുമാനിക്കുന്നു. എന്തിനാണ്? വലിയ ആലിമാണ്. ഇൽമു പഠിച്ചു, ഇൽമു പഠിപ്പിച്ചു. തന്റെ കാലത്ത് ശേഷവും ജനങ്ങൾക്ക് ഇൽമു എത്തിക്കാനുള്ള ഒരു വലിയ സൗധം ഇവിടെ കെട്ടി ഉയർത്തി ഈ അശ്ശരിയ. ഇങ്ങനെ ഇൽമുമായി ബന്ധപ്പെട്ട ആ ഒരു ഉയർച്ച, അതാണ് പൊസോട് തങ്ങൾ. കുടുംബത്തിനും അനന്തരാവകാശിയാണ്, അതിന് പുറമെ ഇൽമിന്റെ അനന്തരാവകാശിയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പൊസോട് തങ്ങൾ ഉപ്പാപ്പയുടെ ജീവിതം ഒരുപാട് പറയേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ വളരെ സന്തോഷിക്കുന്ന ഒരു നിമിഷം, ഈ 2024 ജൂൺ 22-ാം തീയതി, അടുത്ത ആഴ്ച, ഒരാഴ്ചയേ ഉള്ളൂ. 10 വർഷങ്ങൾക്ക് മുമ്പ് 2014 ജൂൺ 22 ഞാൻ മഹാനായ പൊസോട് തങ്ങൾ ഉപ്പാപ്പയുമായി ഒരു യാത്ര നടത്തി. ഉത്തര കർണാടകയിലേക്കാണ് യാത്ര. അവിടെ നൈറുസുന്ന എന്ന് പറയുന്നൊരു സ്ഥാപനം, എന്റെ അനിയൻ മുസ്തഫ നൈമി തങ്ങളെ കാണാൻ പോയി. പണ്ടേ അവന്റെ ഒരു സ്വപ്നമായിരുന്നു ദീനില്ലാത്ത ഉത്തര കർണാടകത്തിൽ പോയിട്ട് എന്തെങ്കിലും ദഅവ നടത്തണം, അതിന് നേതൃത്വം തങ്ങൾ തരണം. തങ്ങളോട് പോയി ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, എനിക്ക് ആരോഗ്യം വളരെ കുറഞ്ഞുപോയി, ഇനി നേതൃത്വം നൽകാൻ എന്നെ കൊണ്ട് നടക്കുക, ഞാൻ വരാം, ഉദ്ഘാടനം ചെയ്ത് തരാം എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ പോയി അവിടുത്തെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ തങ്ങൾ വല്ലാതെ കരഞ്ഞിട്ടു. പറഞ്ഞു, റബ്ബേ, ഇനി ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ അള്ളാഹിന്റെ മുന്നിൽ ഞാൻ മറുപടി പറയേണ്ടി വരും.
ഞാൻ ഹൊസങ്കടിയിൽ വെച്ചിട്ടൊരു മദ്ഹർ എന്ന സ്ഥാപനം തുടങ്ങിപ്പോയി അല്ലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും എന്റെ മദ്ഹർ ഈ ഉത്തര കർണാടകയിൽ ഞാൻ നടത്തുമായിരുന്നു, തുടങ്ങുമായിരുന്നു എന്നാണെന്ന് തങ്ങൾ പറഞ്ഞു. പൈസ തന്നു, സ്ഥലം വാങ്ങാൻ വേണ്ടി 50,000 രൂപ തന്നിട്ട് പറഞ്ഞു ഇതെന്റെ സ്വന്തം പൈസയാണ്, എനിക്ക് ഖബറിൽ കിടക്കാനാണ്. അതേ ലഫ്ലാണ് തങ്ങളെന്ന് ഉപയോഗപ്പെടുത്തിയത്. ആ നിലയ്ക്ക് ബഹുമാനപ്പെട്ട പൊസോട് തങ്ങൾ കേവലം ഉസ്താദിന് എവിടുത്തെ ആളാണ്? കോഴിക്കോട് ജില്ലക്കാരാണ്. ധാരാളം സൗകര്യങ്ങളുടെ ഉണ്ടായി. എന്നിട്ടും അതൊക്കെ മാറ്റിവെച്ചു നമ്മുടെ കർണാടകയുടെയും കേരളത്തിന്റെയും അതിർത്തി പ്രദേശമായ ഹൊസങ്കടയിൽ ദീനി പ്രബോധനങ്ങൾക്ക് നേതൃത്വം നൽകുകയും കർണാടകയിൽ നിരന്തരമായി ബന്ധപ്പെടുകയും കർണാടകയിൽ ഒരുപാട് ദഅവാ പ്രവർത്തനങ്ങൾ, അതൊന്നും ഇപ്പൊ പറഞ്ഞാൽ തീരുന്ന വിഷയമല്ല. ആ നിലയ്ക്ക് നമുക്ക് നേതൃത്വം തന്ന ബഹുമാനപ്പെട്ട പൊസോട് തങ്ങൾ ഉപ്പാപ്പ അവിടുത്തെ ഉറൂസാണ് ഇതേ മാസം ജൂൺ 27, 28, 29, 30 ദിവസങ്ങളിൽ. ദുൽഹജ്ജ് 12-നാണ് മഹാനവറുകൾ വഫാത്താകുന്നത്. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസമാണ്. പക്ഷെ അന്ന് ദുൽഹജ്ജ് 12 ആകുമ്പോൾ ഹജ്ജിന് പോയ ആളുകൾക്കൊക്കെ ബന്ധപ്പെടാൻ പ്രയാസമുള്ളത് കൊണ്ട് ദിവസം മാറ്റി ഒരൽപ്പം നീട്ടി. പിന്നെ ജൂൺ 27 മുതൽ 30 വരെ നടക്കുന്നു. ആ സമയത്ത് എല്ലാവരും ആ ഉറൂസ് പരിപാടിയിൽ സംബന്ധിക്കണമെന്നും ആ സ്ഥാപനത്തെ സ്നേഹിക്കുകയും തങ്ങളെ സ്നേഹിക്കുകയും സഹകരിക്കുകയും വേണമെന്ന്, അതുപോലെ ഇവിടെയുള്ള ഈ മഹത്തായ അശ്ശരിയ സ്ഥാപനം ബഹുമാനപ്പെട്ട ഉസ്താദ് വഫാത്തായി. പക്ഷേ ഉസ്താദിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സ്മാരക സൗധമായി കെട്ടിപ്പടുത്തിയ ഈ മഹത്തായ സ്ഥാപനത്തെ സ്നേഹിക്കുകയും സഹകരിക്കുകയും വേണം. പടച്ച റബ്ബ് അതിനൊക്കെ നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ എല്ലാ പ്രവർത്തനങ്ങളുടെ അന്തിമ ഫലമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സുഖലോക സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മയ്ക്ക് ഒരുമിച്ച് കൂടി തരട്ടെ. ആമീൻ. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.